13ഓളം സർക്കാർ ഓഫീസുകളാണ് പീരുമേട് മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ദിവസവും പല സേവനങ്ങൾക്കായി നൂറുകണക്കിന് ആളുകൾ ഈ ഓഫീസുകളിൽ വന്നുപോകുന്നു. സർക്കാർ സേവനങ്ങൾക്കായി എത്തുന്നവരിൽ ഏറെയും വൃദ്ധരും രോഗികളും തോട്ടം തൊഴിലാളികളും വിദ്യാർത്ഥികളുമാണ്. എന്നാൽ അസൗകര്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ കാണാം. ചെറിയ മഴയോ കാറ്റോ ഉണ്ടായാൽ തന്നെ വൈദ്യുതിയും ഇന്റർനെറ്റും നഷ്ടമാകും. അതിനാൽ ചെറിയ ആവശ്യങ്ങൾക്ക് എത്തുന്നവർ പോലും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. വളരെയേറെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വന്ന് കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് എന്തുമാത്രം, പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ എന്തുമാത്രം ബുദ്ധിമുട്ടായിട്ടുണ്ട്. പല സ്ഥലത്തു നിന്ന് ദൂര സ്ഥലങ്ങളിൽ പോകേണ്ടവരും വിദേശത്തേക്ക് പോകേണ്ടവരും ഒക്കെ പ്രമാണം പരീക്ഷ ചെയ്യാൻ വേണ്ടി സപ്ലൈസ് ഓഫീസിൽ രാവിലെ വന്നിട്ട് ഇതുവരെ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ ആവശ്യത്തിന് ശുചിമുറികളില്ലാത്തതിനാൽ അടുത്തുള്ള വീടുകളെയും കടകളെയുമാണ് ഓഫീസുകളിൽ സേവനങ്ങൾക്കായി എത്തുന്നവർ ആശ്രയിക്കുന്നത്. ഓഫീസിൽ വന്ന് നമുക്ക് ഒരു ഓഫീസ് പെട്ടെന്ന് ചെയ്തു തരാനുള്ള ഒരു സമയം എല്ലാം കഴിഞ്ഞെങ്കിൽ നിൽക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാം കൂടിയും ആ ഭാഗത്ത് തന്നെ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ശുചിമുറികൾ ഇല്ലാത്തതിനാൽ സ്ത്രീകളാണ് ഏറെയും ബുദ്ധിമുട്ടുന്നത്. ഉള്ള ശുചിമുറികളിൽ പലതും പൂട്ടിയിട്ട അവസ്ഥയിലുമാണ്. പൊതു ശൗചാലയം പണിതിട്ടുണ്ടെങ്കിലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം വൃത്തിഹീനമായി ദുർഗന്ധം വമിച്ചും കാടുകയറിയും കിടക്കുകയാണ്. മിനി സിവിൽ സ്റ്റേഷനിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കുമളി.